വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഒരു ഈവനിങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈവനിങ്ങിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുക്കാം കേട്ടോ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. അപ്പം രാവിലത്തേക്കുള്ള അരി അടിച്ച് വെക്കാം വിചാരിച്ചു. ഇപ്പോൾ ഒരു 6-6:45 ആയിട്ടോ, കാരണം രാത്രി എന്തെങ്കിലും മീൻ കൊണ്ടുവന്ന് അത് വെക്കണ്ടേ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദോശയ്ക്കുള്ള മാവ് അരച്ചു. ഇത് രാവിലത്തേക്കുള്ള ദോശയ്ക്കുള്ള മാവാണ്. അപ്പോൾ ഞാൻ ദോശയ്ക്കുള്ള മാവിൻ്റെ കൂടെ എനിക്ക് രാത്രിക്കുള്ള റാഗിൻ്റെ ഉഴുന്നില്ലേ, അതിനുള്ളതും കൂടി ഇട്ടായിരുന്നു. അപ്പം ഞാൻ അതും അരച്ച് വെച്ചു. രാത്രി ഞാൻ ചോറ് കഴിക്കില്ല, ഇങ്ങനെ റാഗിയോ അല്ല ചപ്പാത്തി ഓംലെറ്റൊക്കെ എടുത്ത് കഴിക്കും. ഇവിടെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അവർക്ക് 2 പാത്രവും കുറച്ച് പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുന്ന് കളിച്ചോളും. പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വേഗം മടക്കി വെച്ചു. പിന്നെ ഞാൻ ഈ രാവിലെ എണീറ്റ് തന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒതുക്കി വെക്കും കേട്ടോ. എപ്പോഴും ഒതുക്കി വെക്കണ്ടല്ലോ. പിന്നെ റൂം എത്ര ഒതുക്കി വെച്ചാലും കുട്ടികളുള്ള വീടാകുമ്പം ഇങ്ങനെ വാരി വലിച്ചുകൊണ്ടേ ഇരിക്കും, വാരി വലിച്ചിട്ടോണ്ടേ ഇരിക്കും. അപ്പം ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് നല്ല വൃത്തിയാക്കും, കിടക്കണ്ടേ. പിന്നെ ഇത് അവളെ തുണി വെക്കുന്ന പെട്ടി കേട്ടോ, പഴയ തുണിയില്ലേ അതൊക്കെ വെക്കുന്ന പെട്ടി. അപ്പം അതെല്ലാം അതിൽ കൊണ്ടുവച്ചു. അപ്പം ഇതാണ് ഹാള്. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയല്ല, എപ്പോഴും ഇത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ആരും വരുന്നില്ല ഇവിടെ. പിന്നെ എന്നാലും നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ല, അതുകൊണ്ട് ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കും. ഇത് പിന്നെ എത്രയായാലും ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ ഒതുക്കും, അവൾ വെക്കും. അപ്പോൾ ചേട്ടൻ വിളിച്ചു പറഞ്ഞു മീനൊന്നും കിട്ടിയില്ല, അപ്പോൾ നീ ഉണക്കച്ചെമ്മീൻ എടുത്ത് കറി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഉണക്കച്ചെമ്മീൻ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടി നേരത്തെ പറഞ്ഞിരുന്നേ വേഗം സാവധാനത്തോടെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ തക്കാളിയും സവാളയൊക്കെ ഇട്ട് വഴറ്റി ഒരു സ്പൂൺ മുളകും പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഞാൻ മഞ്ഞൾപ്പൊടി തേങ്ങയൊക്കെ അരച്ച് വെച്ചായിരുന്നു കേട്ടോ, അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ല. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ചേർത്താൽ മതി. സത്യം പറഞ്ഞാൽ ഈ ഒരു കറി ഞാൻ യൂട്യൂബൊക്കെ കണ്ട കേട്ടോ, എനിക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഇത് തെളിച്ചപ്പോൾ ഞാൻ ഉണക്ക ചെമ്മീൻ കഴുകി വെച്ചായിരുന്നേ, അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇനി ഇത് അവിടെ നിന്ന് കിടന്ന് തിളയ്ക്കട്ടെ. ഈ കറി ഒരു തവണ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി, എപ്പോഴും ഉണ്ടാക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറയും. അപ്പോൾ ഉണ്ടാക്കും. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ ഒരു 7-8 മണിയൊക്കെ ആയി തോന്നും. അപ്പം ഞാൻ റാഗി ദോശ അതിൻ്റെ കൂടെ ഉണ്ടാക്കി അപ്പുറത്തെ അടുപ്പിൽ അത് ഉണ്ടാക്കാൻ വെച്ചു. പിന്നെ ഇത് ഞങ്ങൾ ഈ ഒരു സാധനമല്ലേ എന്തെങ്കിലും ഈ സാധനം ഫ്രഞ്ച് ഫീസ് നമ്മൾ ജിയോ മാർട്ടില്ലേ ആ ഒരു ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത, ഞാൻ ഓർഡർ ചെയ്ത് ഇന്നലെ വൈകിട്ട് വന്നത്. ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. രാവിലെ അപ്പം ഞാൻ കുറച്ച് അവൾക്ക് വറുത്ത് കൊടുത്തു, വൈകിട്ട് അവൾക്ക് ഞാൻ കുറച്ച് വറുത്ത് കൊടുത്തു. അപ്പോൾ ചേട്ടൻ വന്നപ്പം ഇത് കുറച്ചല്ലുള്ളൂ, ഇത് വറുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റാഗി ദോശയൊക്കെ ഇവിടെ റെഡിയായി. അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ സാധനം. ഞങ്ങൾ ആദ്യമൊക്കെ ഇവിടെ ഉരുളക്കിഴങ്ങുള്ള സമയത്ത് ഞാൻ ചിലപ്പോഴൊക്കെ ഇവർക്ക് 2 പേർക്കും ഉണ്ടാക്കി കൊടുക്കും. ഇവർക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടത്. അപ്പം അതങ്ങനെ ഉണ്ടാക്കി. അപ്പം നമ്മുടെ കറി ശരിയായി. ഞാൻ കുറച്ച് വേപ്പിലയും കൂടി തൂക്കി കൊടുത്തിട്ടുണ്ട് അവസാനം. അപ്പം ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതെല്ലാം ടേബിളിൽ കൊണ്ടുവയ്ക്കുക, തിന്നുക, ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അവൾക്ക് ഞാൻ വൈകിട്ട് കഞ്ഞി കൊടുത്തുകൊണ്ട് രാത്രി ഞാൻ അവൾക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കില്ല. പിന്നെ ഞങ്ങൾ കഴിക്കുമ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ പെറുക്കി കഴിക്കും. പിന്നെ ഈ സമയത്ത് ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പരാതിയൊക്കെ പറയും. ഈ സമയത്തെ കിട്ടാറുള്ള പരാതിയൊക്കെ പറയും. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇത് കഴിച്ചിട്ടുള്ള പരിപാടിയാണ് പാത്രം കഴിക്കില്ല, അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ ഫ്രഷായി. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും ജീരകവും കൂടി തിളപ്പിച്ച വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് പോയി, പക്ഷേ വറ്റിപ്പോയി വെള്ളം, ഇത്രയേ കിട്ടിയുള്ളൂ. പിന്നെ മറ്റേത് കട്ടൻ ചായയാണ്. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടൻ ചായ ചോദിക്കും അവൾ രാത്രി കിടക്കുമ്പോൾ. അപ്പം ഞാൻ തിളപ്പിച്ച് അവിടെ കൊണ്ടുവയ്ക്കും. കട്ടൻ ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് അറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ, അവൾക്കത് കിട്ടണം. രാത്രി നട്ടപ്പാതിരയ്ക്ക് ഉറക്കത്തിൽ കട്ടൻ ചായ എന്ന് പറയും. അപ്പം ഞാനത് കൊടുക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവച്ചാണ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ രാത്രി കുടിക്കാറില്ല, ഇത് ഞാൻ രാവിലെ കുടിക്കാറ്. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നം തോന്നിയുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതൊരു ഒരു 1/2 ഗ്ലാസ് എടുത്ത് കുടിച്ചു. പിന്നെ ഞാൻ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു, മുടിയൊക്കെ കെട്ടി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.